ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണെ 6 മാസത്തിനുള്ളിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി പാലാ നഗരസഭ ചരിത്രം സൃഷ്ടിച്ചു. കോൺഗ്രസ് വോട്ടുകൾ LDFന് നേട്ടമായപ്പോൾ പുതിയ ചെയർപേഴ്സൺ ആരായിരിക്കുമെന്നും ഏത് മുന്നണി അധികാരത്തിലെത്തുമെന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നേട്ടവുമായി പാലാ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനമേറ്റെടുത്ത ദിയ ബിനുവിനെ 6 മാസക്കാലത്തിനിടയിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി പാലാ നഗരസഭ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നണിയിലെ ഭിന്നതകൾ രൂക്ഷമായപ്പോൾ പ്രതിപക്ഷത്തിരുന്നാലും കുഴപ്പമില്ലെന്ന നിലപാടിലേക്ക് കോൺഗ്രസിലെ ചില കൗൺസിലർമാർ നീങ്ങിയത് ഭരണം നഷ്ടപ്പെടാൻ കാരണമായി. UDFന് സംസ്ഥാന ഭരണം ലഭിച്ചപ്പോൾ പാലാ നഗരസഭയിൽ UDF ഭരണത്തിന്റെ ഗുണഫലം ലഭിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെയാണ് പാളയത്തിൽ പടമൂലം ഭരണം നഷ്ടപ്പെടുന്നത്. പാർട്ടി വിപ്പ് പോലും സ്വീകരിക്കാതെ എതിർപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിനായി കോൺഗ്രസിലെ ഒരു വിഭാഗം കൗൺസിലർമാർ വോട്ട് ചെയ്തത് കോൺഗ്രസ് നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിരുന്ന കോൺഗ്രസ് കേരള കോൺഗ്രസിനെ ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ അവസരമൊരുക്കിയതിന് പിന്നിൽ ഭാവിയിൽ ഒരു മുന്നണി മാറ്റത്തിന്റെ സാധ്യതയും ചിലർ കാണുന്നുണ്ട്. നിലവിൽ വിപ്പ് ബാധകമല്ലാത്ത മായ രാഹുലിനെ ചെയർപേഴ്സണാക്കി കോൺഗ്രസ് ഭരണത്തിലെത്തുകയും ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു. നിലവിൽ പാലാ നഗരസഭയിലെ ഭരണസ്തംഭനം അവസാനിപ്പിക്കാൻ UDF നേതൃത്വം ശക്തമായ നടപടികൾ സ്വീകരിച്ചാൽ UDFന് ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ UDF നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സ്വതന്ത്ര കൂട്ടായ്മയും പറയുന്നു. വിപ്പ് ലംഘിച്ചവരും വിപ്പ് സ്വീകരിച്ചവരും പുതിയ സാഹചര്യങ്ങളിൽ ആരെ പിന്തുണയ്ക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിൽ ഭരണം അട്ടിമറിച്ച കോൺഗ്രസ് അംഗങ്ങളുടെ നിലപാട് UDFന് ദോഷകരമായി ബാധിക്കാതിരിക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്ന് കരുതപ്പെടുന്നു. വിപ്പ് ലംഘിച്ചതിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. വിപ്പ് ലംഘിച്ചവർ പാർട്ടിയിൽ ഉണ്ടാവുകയില്ലെന്നും കേരള കോൺഗ്രസ് എമ്മുമായി യോജിപ്പുണ്ടാവുകയില്ലെന്നുമാണ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ കൗൺസിലർമാർക്ക് കോൺഗ്രസ് കൊടുത്ത വിപ്പ് ലംഘിച്ചു, അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ KPC പ്രസിഡന്റ് പറയും കോൺഗ്രസ്സായി പ്രവർത്തിച്ച ആളുകൾ കൈപ്പറ്റി ജയിച്ച ആളിപ്പോൾ എതിർത്ത് വോട്ട് ചെയ്താൽ അവർക്ക് കോൺഗ്രസ് അത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറയും. ഞങ്ങൾക്ക് അതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ കോൺഗ്രസിന് വേണ്ടെന്നാണ് അവരെ KPC പ്രസിഡന്റ് പറയും നടപടികൾ. പാലായിൽ കോൺഗ്രസ് നിലപാട് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ചർച്ചകൾ ഉടൻ ആരംഭിക്കും. നിലവിൽ അവിശ്വാസ പ്രമേയം പാസ്സായ സാഹചര്യത്തിൽ അടുത്ത 15 ദിവസത്തിന് ശേഷം പുതിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും നടക്കുന്ന ചർച്ചകൾ നഗരസഭയുടെ പുതിയ ഭരണസാരഥികളെ തീരുമാനിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.